ഹലോ. നമ്മളെല്ലാം ബിസിനസ് ആരംഭിക്കാൻ നേരത്ത് പല മിസ്റ്റേക്കുകളും നമ്മൾ വരുത്തും. തുടക്ക സമയത്ത് മിസ്റ്റേക്ക് വരുത്താത്തവരായിട്ട് ആരുമില്ല. കാരണം നമ്മളുടെ റിസോഴ്സുകളെല്ലാം ലിമിറ്റഡ് ആണ്. നമുക്ക് അറിവ് കുറവാണ്, കയ്യിൽ പണം കുറവായിരിക്കും, സമയം കുറവായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ മിസ്റ്റേക്കുകൾ വരുത്തും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വരുത്തിയിട്ടുള്ള പല മിസ്റ്റേക്കുകളും ഇനി ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ മിസ്റ്റേക്കുകളൊന്നും ഞാൻ ഒരിക്കലും വരുത്തില്ല. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ നിങ്ങളും വരുത്താതിരിക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് സമയവും ലാഭിക്കാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് പണവും ലാഭിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ മിസ്റ്റേക്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും ഉള്ള ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങാതിരിക്കുക. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സാധനം എന്ന് കസ്റ്റമറെ ഒരുപാട് എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രമാണ് കസ്റ്റമറെ കൊണ്ട് ഇത് എടുപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മാർക്കറ്റിങ്, നമ്മൾ പരസ്യം കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ എൻക്വയറി ചോദിച്ച് കസ്റ്റമേഴ്സ് വരുമ്പോഴും തന്നെ ഇവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ചില കസ്റ്റമേഴ്സിന് മനസ്സിലാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് തിരിയുന്ന, പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന ടൈപ്പ് പ്രൊഡക്റ്റുകളും സർവീസുകളും നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് നോക്കാം. ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളുടെ സമയം പോകും. പിന്നെ വരുന്നൊരു പ്രശ്നമാണ്, നമുക്ക് റിട്ടേൺസ് കൂടുതലായിട്ട് വരും. അതായത് കസ്റ്റമർ സംഗതി എന്താണെന്ന് മനസ്സിലാക്കാതെ വാങ്ങും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ പരസ്യം കസ്റ്റമർ കാണാൻ നേരത്ത് ഇതെനിക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലായിരിക്കും അവർ വാങ്ങുന്നത്. പക്ഷെ അവർ വാങ്ങിയതിന് ശേഷമായിരിക്കും അവർക്കിത് ഉപകാരപ്പെടില്ല എന്ന് അറിയുന്നത്. പിന്നെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങൾ ബാക്ക് ആൻഡ് ഫോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തും. പിന്നെ അതിന് റീഫണ്ട് കൊടുക്കേണ്ടി വരും, റീപ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. എല്ലാം കൊണ്ടും നമുക്കൊരു നഷ്ടമാണ്. മിസ്റ്റേക്കലി കസ്റ്റമേഴ്സ് ഇത് വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ സിമ്പിൾ പ്രൊഡക്റ്റും സിമ്പിൾ സർവീസും ആണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ഇത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈസി ആയിട്ട് പരസ്യം കൊടുക്കാനായിട്ട് സാധിക്കും. കസ്റ്റമർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവും. അത് ഒരു ഓവറായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം അത് കാണുമ്പോൾ നല്ല രസമൊക്കെ ആയിരിക്കും, അതിൻ്റെ വിശദീകരണമൊക്കെ കേട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു മിനിറ്റൊക്കെ ഉള്ള പരസ്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിന് മനസ്സിലാവുകയാണെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ നല്ലതായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, സിമ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പ്രൊഡക്റ്റ് സൈഡിൽ കൊടുക്കാം. ഞാൻ ഒരുപാട് സെല്ല് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് കീ ഹോൾഡറാണ്. ഇത് ഒരു കസ്റ്റമറെ കാണിച്ചു കൊടുത്തിട്ട് വിശദീകരിക്കാൻ എളുപ്പമാണ് നമുക്ക് ഓൺലൈനിൽ ഒരു പരസ്യം കൊടുക്കുമ്പോൾ പോലും. ഇത് വേറൊന്നുമില്ല, സ്വിച്ച് ബോർഡിനോട് ചേർത്ത് വെച്ച് 2 ആണി അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുക, നിങ്ങളുടെ കീസ് അതേപോലെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ തൂക്കിയിടാം. 2-3 സെൻറ്റൻസുമ്പോൾ പരിപാടി കഴിഞ്ഞു. ഒരുപാട് കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് ഒരു സിമ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഉദാഹരണം. നിങ്ങൾ സ്വിച്ച് ബോർഡിനോട് ചേർത്ത് 2 ആണി അടിക്കുക, ഈ സാധനം അവിടെ തൂക്കിയിടുക, നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കീസൊക്കെ അതിൽ തൂക്കിയിടാം. പെട്ടെന്ന് മനസ്സിലാവും. ചിലവർക്ക് ഇത് ഫോട്ടോ കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഒരു സിമ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഉദാഹരണം പറഞ്ഞതാണ്. എന്നതുപോലെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവാൻ നേരത്ത് ഇവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരണം നടത്താൻ തന്നെ സമയമെടുക്കും. ഇനി അടുത്ത ചോദ്യം, ഈ ബോധം വന്നതിൽ എത്ര പേര് ഇത് വാങ്ങും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതൊരു വലിയ ചോദ്യമാണ്. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് സമയവും ഇത് നഷ്ടമാവും. സിമ്പിളാണ് ബിസിനസ് എങ്കിൽ നമുക്കും സമാധാനം ഉണ്ടാവും, കസ്റ്റമർക്കും സമാധാനം ഉണ്ടാവും. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. എപ്പോഴും സിമ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ വരുത്താൻ പാടില്ലാത്തൊരു മിസ്റ്റേക്കാണ്, എപ്പോഴും ആളുകളുടെ ശ്രദ്ധ പോണത് പ്രൊഡക്റ്റിലേക്കാണ്. ആ പ്രൊഡക്റ്റ് അങ്ങ് കിട്ടേണ്ട താമസം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സർവീസ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ പോയിന്റിൽ എത്തേണ്ട താമസം, ബാക്കി എല്ലാ കാര്യങ്ങളും എളുപ്പമായി എന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും പ്രൊഡക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, മാർക്കറ്റിങ്ങിലാണ് നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. എത്ര പേരിലേക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള കാര്യം എനിക്ക് എത്തിക്കാനായിട്ട് സാധിക്കും, എത്ര പേരിലേക്ക് ഈ സർവീസിനെ പറ്റി അറിയിക്കാനായിട്ട് സാധിക്കും, അതിൽ എത്ര പേരെ എനിക്ക് കസ്റ്റമറാക്കി മാറ്റാനായിട്ട് സാധിക്കും, ഇതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് തുടക്ക സമയം. മാർക്കറ്റിങ്ങിലാണ്. കാരണം തുടക്ക സമയത്ത് നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് അറിയില്ല. അപ്പോൾ അവരിലേക്ക് എങ്ങനെയെങ്കിലും മെസ്സേജ് എത്തിക്കാനാണ് തുടക്ക സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്രൊഡക്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഈ ലോകത്തില്ലെങ്കിൽ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോണില്ല. ആ പ്രത്യേക ഇൻഡസ്ട്രിയിൽ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോണില്ല. എല്ലാ ദിവസത്തെ പോലെ തന്നെ സൂര്യൻ ഉദിക്കും അസ്തമിക്കും, അതങ്ങനെ തന്നെ പോകും. നിങ്ങൾക്കാണ് ആളുകളെ ആവശ്യമുള്ളത്. അതായത്
കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ള പണി നിങ്ങൾക്കാണ്. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ മേക്ക് ചെയ്ത് വെച്ച് കൈ കെട്ടി നോക്കിയിരിക്കരുത്. ഒരുപാട് സംരംഭകർ ചെയ്യുന്ന ഒരു അബദ്ധമാണ്. അവരെല്ലാം റെഡിയാക്കും, പാക്കേജിങ്, ലോഗോ, അതുപോലെ തന്നെ അങ്ങനെ ലൈസൻസ് കാര്യങ്ങൾ, എല്ലാ ബഹളങ്ങളും അവർ നടത്തും. കളർ കോമ്പിനേഷൻ, ബ്രാൻഡ് ബുക്ക്, അങ്ങനെ പല പല കഥകളും തിരക്കഥകളൊക്കെ അവർ പറഞ്ഞ് ലാസ്റ്റ് അവസാനം ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അവരുടെ കയ്യിലെത്തും. ഇനിയാണ് ബാക്കിത്തെ കഥ പറയുമ്പോൾ അവരുടെ അടുത്ത് കഥ തീർന്നു പോയി. ഇപ്പം ഇത്രയും കഥകളെല്ലാം പറഞ്ഞു. ഫോൺ സ്റ്റൈല്, ബ്രാൻഡ് നെയിം, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ, അങ്ങനെ ഒരുപാട് രജിസ്ട്രേഷൻസ്, ലൈസൻസ്, പാക്കേജിങ്, കളർ കോമ്പിനേഷൻ, ചപ്പ് ചവർ, അങ്ങനെ ഒരുപാട് എല്ലാം പറഞ്ഞു. ഇനി ഇതെങ്ങനെ വിൽക്കുക? എത്ര പേർക്ക് വിൽക്കാനായിട്ട് സാധിക്കും? എത്ര കസ്റ്റമേഴ്സിലേക്ക് എത്താനുള്ളത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു? മാർക്കറ്റിങ്ങിനെ പറ്റി വല്ലതും അറിയൂ? അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇത്തരം വിഭാഗം ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിചാരം പ്രൊഡക്റ്റ് വരേണ്ട താമസം, കസ്റ്റമേഴ്സ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. മറ്റേ ആപ്പിൾ പ്രൊഡക്റ്റുകളുടെയൊക്കെ ലോഞ്ചിൻ്റെ സമയത്ത് ഷോറൂമിൻ്റെ സൈഡിൽ ഇങ്ങനെ ക്യൂ നിൽക്കണമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ പല പല സ്ഥാപനങ്ങളിൽ ഇതേപോലെ നമ്മളുടെ നിൽക്കുമെന്നാണ് പലരുടെയും വിചാരം. അതൊരു തെറ്റിദ്ധാരണയാണ്. ആക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര ആളുകൾ നിങ്ങളുടെ അടുത്ത് എൻക്വയറി ചോദിച്ച് വരില്ല. അങ്ങനെ ആ എൻക്വയറി ചോദിച്ച് ലീഡ്സിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ സെയിലിൻ്റെ എണ്ണം കുറയും. സെയിലിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വരുമാനം കുറയും, ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കുറയും. വരുമാനം കുറഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടിവേഷൻ കുറയും. മോട്ടിവേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ സംഗതി ഒരു സൈഡിലായിട്ട് മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ജോലിക്ക് പോകും. അങ്ങനെയാണ് സാധാരണ പതിവ്. ഈ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കണം. മാർക്കറ്റിങ്ങിനെ വില കുറച്ച് കാണരുത്. അതെങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക. ചില പ്രൊഡക്റ്റുകൾക്കും ചില സർവീസുകൾക്കും പ്രത്യേകമായിട്ടുള്ള മാർക്കറ്റിംഗ് രീതികളും ചാനലുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓൺലൈൻ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഓൺലൈൻ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അങ്ങനെ എന്താണോ ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഒരേ സമയം 2-3 എണ്ണമൊക്കെ ട്രൈ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നണ ഏതാണോ അതിന് ഡബിൾ ഡൗൺ ചെയ്യുക. അതായത് ഇരട്ടിപ്പിച്ച് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിൽ വരുന്നത്. നമ്മുടെ മോട്ടിവേഷൻ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഏതൊരാൾക്കും അങ്ങനെയാണ്. അത് ബിസിനസ്സിലുള്ള ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും നമുക്ക് ഇൻകം വന്നാൽ മാത്രമാണ് ആ ഒരു പ്രത്യേക സംഗതിയോട് നമുക്കൊരു മതിപ്പ് ഉണ്ടാവുള്ളൂ. അതിൽ തുടർന്ന് പോകാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ ചിലപ്പോൾ ഒരു ബിസിനസ്സും തുടങ്ങാത്ത ഒരാളായിരിക്കും. ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരിക്കും. നിങ്ങളൊരു ജോലി ചെയ്യണ ഒരാളായിരിക്കും. നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു 25% കുറവ് വരുത്താൻ പോയെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ മോട്ടിവേഷൻ കുറയും. ആ സ്ഥാപനത്തോടുള്ള ഒരു മതിപ്പ് നിങ്ങളുടെ കുറയും. വർക്കിൽ നിങ്ങൾ അലംഭാവം വരുത്താനായിട്ട് നോക്കും. ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ. ആ ബിസിനസ്സിൽ നിന്ന് ഒരു വരുമാനം നമുക്ക് കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ അതിനോടുള്ളൊരു താല്പര്യം, തുടക്ക സമയത്തുണ്ടായ ആവേശവും കാര്യങ്ങളും എല്ലാം തന്നെ കുറയും. ഇത് കുറയാതിരിക്കണമെങ്കിൽ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാൻ പഠിക്കണം. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇത് രണ്ടുമാണ് ഒരു ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ്. നമ്മളുടെ കയ്യിലേക്ക് കാശ് കൊണ്ടുവരുന്ന സംഗതികൾ. അപ്പോൾ അതിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്യണം. ഞാൻ പറയുന്ന ലോഗോയും നിങ്ങളുടെ ട്രേഡ് മാർക്കും പാക്കേജിങ്ങും പ്രൊഡക്റ്റും ഒന്നും അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട. അതിലൊരു കാര്യമില്ല എന്ന് പറയല്ല ഞാൻ. അതൊക്കെ ഒരു സൈഡിലുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ അടുത്തേക്ക് കാശ് വരില്ല. നിങ്ങളുടെ ലോഗോ കാണാൻ നല്ല ഭംഗിയുണ്ടായതുകൊണ്ട് ആരും ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകണില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം സെയിലിൽ കണ്ടേക്കാം, പക്ഷേ വലിയൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഗതി അതിലൂടെ നടക്കാൻ പോണില്ല. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനി അടുത്തത് നിങ്ങൾ വരുത്താൻ പാടില്ലാത്തൊരു മിസ്റ്റേക്കാണ് മാർജിൻ തീരെ കുറഞ്ഞ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഒരിക്കലും സെല്ല് ചെയ്യരുത്. അതായത് മാർജിൻ കുറഞ്ഞ പ്രൊഡക്റ്റുകൾ, ലാഭം തീരെ കുറവുള്ള പ്രൊഡക്റ്റുകൾ അതെടുത്ത് വിൽക്കാനായിട്ട് നോക്കരുത്. പ്രൊഡക്റ്റ് ഓർ സർവീസ്, ആ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം വളരെ കുറച്ചുള്ളൂ. നല്ല കോമ്പറ്റീഷനാണ്. എല്ലാവരും ഈ പ്രൈസ് വാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ എവിടെ നോക്കിയാലും ഈ ബിസിനസ്സാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വില കുറച്ച് തമ്മിൽ തല്ലി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക ഇൻഡസ്ട്രിയാണ് മാർക്കറ്റാണെങ്കിൽ. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസിയേഷൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ മാറി നിൽക്കുന്നതാണ് ബെറ്റർ. അതായത് നമുക്ക് ലാഭം തീരെ കുറവായിരിക്കും, നമുക്കൊരു കോസ്റ്റ് ഉണ്ടായിരിക്കും. ആ കോസ്റ്റ് കഴിഞ്ഞ് ഒരു പരിധി, ഒരു നിശ്ചിത ഒരു റേഞ്ച് ഉണ്ട്, അത് വിട്ട് നമുക്ക് വില ഇടാനായിട്ട് സാധിക്കില്ല. എന്നാൽ ആ വില, അതിൻ്റെ താഴെയുള്ള വില ഇട്ടാൽ നമുക്കൊട്ട് ലാഭവുമില്ല, ആ എടുക്കുന്ന പണിക്കൊട്ട് പ്രതിഫലമില്ല. അങ്ങനെ ഫീൽ ചെയ്യുന്ന വളരെ തുച്ഛമായിട്ടുള്ള ലാഭം മാത്രം കിട്ടുന്ന അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന സംഗതികളെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. കാരണം അതിലേക്ക് ഇറങ്ങി വെറുതെ സമയം വേസ്റ്റ് ചെയ്യാന്നുള്ളൂ.
നമുക്ക് മെച്ചപ്പെട്ട വരുമാനവും മെച്ചപ്പെട്ട ലാഭമുള്ള ബിസിനസ്സുകൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. ഈ മാർജിൻ ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർജിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വേറെ ഒന്നുമില്ല. ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ നമുക്ക് ഇത്ര രൂപ ചിലവാകുന്നു, ഇത്ര രൂപ ചിലവായി. അപ്പോൾ ഇതിൻ്റെ വില ഇത്ര, പ്രൊഡക്റ്റിൻ്റെ വില ഇത്രയാണ്, ഇത് ചിലവായത്, ഇത് വില, ഇത് തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. ഇത് വേണ്ടത്ര അകലം പാലിക്കണം. മനസ്സിലായില്ലേ? ഒരു വാഹനം ഓടിക്കാൻ നേരത്ത് നമ്മൾ അകലം പാലിക്കണമല്ലോ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് കൊളീഷൻ സംഭവിക്കും, ആക്സിഡൻറ്റ് സംഭവിക്കും. അപ്പോൾ ഈ ഗ്യാപ്പ് വേണം. പെട്ടെന്നൊന്ന് എന്തെങ്കിലും ഒരു കോസ്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് കൂടിയാലും സ്റ്റിൽ പ്രോഫിറ്റബിളാണ് നമ്മൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺലൈനിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യണമെങ്കിൽ കൊറിയർ കമ്പനി നിങ്ങളുടെ കൊറിയർ ചാർജ് കൂട്ടി 10 രൂപ 20 രൂപയൊക്കെ കൂട്ടി, നോ പ്രോബ്ലം, നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. കൂടുതലായിട്ട് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വന്നു, കൂടുതൽ സെയിൽ ഉണ്ടാക്കാൻ വേണ്ടി, നോ പ്രോബ്ലം, നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ അതേസമയം മാർജിൻ ഇല്ലാതെ ഇങ്ങനെ മുട്ടിച്ചു വെച്ചേക്കണേ കൊറിയർ കമ്പനി കൊറിയർ ചാർജ് കൂട്ടി, നമ്മുടെ ലാഭം മൊത്തം പോയി. എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയത് എന്താണ്? മാർജിൻ വേണം, അകലത്തിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. എപ്പോഴും പ്രൈസിൽ നിന്ന് അകലെയായിരിക്കണം നമ്മളുടെ കോസ്റ്റ്, എക്സ്പെൻസുകളെല്ലാം തന്നെ. ആ ഗ്യാപ്പ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഉള്ള, അങ്ങനെ ഗ്യാപ്പില്ല, ഇങ്ങനെ നാരോ മാർജിൻ ആണെന്ന് തുടക്കം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് പിന്നെ അത് വിൽക്കാൻ നിൽക്കുന്നത്? എൻ്റെ അടുത്തൊരു ഈ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചു പറഞ്ഞു, വലിയ ലാഭമൊന്നും കിട്ടാൻ സാധ്യതയൊന്നുമില്ല, പിന്നെ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതി ഞാൻ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ പോവുകയാണ്. ഞാൻ ആ സുഹൃത്തിനെ തടഞ്ഞു. എനിക്ക് പരിചയമുള്ള ഒരാളല്ല, ഇതേപോലെ വീഡിയോ കൊണ്ടുവന്ന ആളാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ലാഭമില്ല എന്ന് തുടക്കം തന്നെ തോന്നുകയാണ്, തുടക്കം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, 100% ഉറപ്പാണ് ഇതിന് ലാഭമില്ല, ഇതിൻ്റെ മേളിൽ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല, അതിനനുസരിച്ചുള്ള പ്രതിഫലം എനിക്ക് കിട്ടൂല എന്ന് നിങ്ങൾക്ക് തുടക്കം തന്നെ തോന്നണുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അതിൻ്റെ പുറകെ പോണത്? എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യണത്? പ്രഷ്യസ് ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്ത് എന്തിനാണ് അതിൻ്റെ പുറകെ പോണത്? അത് ഒഴിവാക്കിക്കൂടെ? ഈ നാട്ടിൽ വിൽക്കാൻ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണോ? എന്തെല്ലാം സാധനങ്ങൾ വിൽക്കാൻ കിട്ടും. ആ ഇൻഡസ്ട്രിയിൽ തന്നെ, ആ ഒരു കാറ്റഗറി തന്നെ ലാഭമുള്ളത് നിങ്ങൾക്ക് പിടിക്കാമല്ലോ, അത് തന്നെ വേണമെന്ന് എന്താ നിർബന്ധം? അപ്പോൾ അത് ഒഴിവാക്കുക, അങ്ങനത്തെ സംഗതികളെല്ലാം ഒഴിവാക്കാം. മാർജിനുള്ള പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾ സെല് ചെയ്യാനായിട്ട് നോക്കുക. ഈ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്. കാരണം ഈ മിസ്റ്റേക്ക് വരുത്തിയാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ? എത്ര സെയിൽ ഉണ്ടായാലും നമുക്കൊന്നും മിച്ചം കിട്ടണില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. ഇതിലേക്ക് ഇറങ്ങിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തുടക്ക സമയത്ത് ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഇറങ്ങിയാൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ കുറച്ചങ്ങ് കഴിയാൻ നേരത്ത്, മാസങ്ങൾ കഴിയാൻ നേരത്ത്, 1 വർഷമൊക്കെ കഴിയാൻ നേരത്ത് കാര്യം ശരിയാണ്, ബിസിനസ്സൊക്കെ റണ്ണിങ്ങിലാണ്, കാര്യങ്ങളൊക്കെ തിരക്കേടില്ലാതെ പോകുന്നു. പക്ഷേ ഉദ്ദേശിച്ചൊരു റിസൾട്ട് ഇതിൽ നിന്ന് വന്നില്ല. എവിടെയാണ് പ്രശ്നം? ആ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം, നാരോ മാർജിനാണ്. ചില്ലറ കളികളാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ചില്ലറ ലാഭത്തിൻ്റെ കളികളാണ്. എല്ലാം ഒഴിവാക്കുക. മാർജിനുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും മാത്രം സെല് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് ഇതൊരു മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറയും, നല്ലതാണെന്നും ചീത്തതാണെന്നും ഞാൻ പറയണില്ല. നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തുക. എല്ലാവർക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ പറഞ്ഞിട്ടുള്ളതല്ല. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് റിസ്ക് ഷെയർ ചെയ്യുക, ക്യാപിറ്റൽ ഷെയർ ചെയ്യുക, ഒരാളും കൂടി കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്ത മേഖലയിൽ ഒരാളെ പാർട്ട്ണറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതെല്ലാം ശരിയാണ്. എല്ലാവർക്കും പാർട്ട്ണർഷിപ്പ് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പം നമുക്ക് എല്ലാ സമയത്തും നല്ലൊരു പാർട്ട്ണറെ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നമുക്ക് കിട്ടുന്നൊരു പാർട്ട്ണർ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു പാർട്ട്ണർ അല്ലെങ്കിൽ വരാൻ പോണ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെല്ലാത്തിനും അയാളോട് പെർമിഷൻ ചോദിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്കൊരു പക്ഷേ അറിയായിരിക്കും, ഇന്നൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നൊരു തീരുമാനം, ഇത്ര രൂപ ഞാൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിന് അത് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പാർട്ട്ണർ നോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ടി വരും, പിന്നോട്ട് നിൽക്കേണ്ടതായിട്ട് തന്നെ വരും. ഇപ്പോൾ ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരെയും പെർമിഷൻ ചോദിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ രണ്ടാമത്തെ പാർട്ട്ണറും ആക്റ്റീവായിട്ട് ബിസിനസ്സിലുണ്ടാവും. മറ്റേ പാർട്ട്ണർ വല്ലപ്പോഴൊക്കെ വരുന്നു, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, പക്ഷേ ലാഭം നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കുകയും വേണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ഇത് വരാൻ നേരത്ത് നമുക്ക് അധിക കാലം അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ് ഞാൻ നിങ്ങളുടെ അടുത്ത് തുടങ്ങണ്ടെന്നും പറയൂല, തുടങ്ങണമെന്നും പറയൂല. നിങ്ങൾ എങ്ങനത്തെ ഒരാളാണ്, സ്വന്തമായിട്ട് ഡിസിഷനൊക്കെ എടുത്ത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യണമായിരിക്കും. പേഴ്സണലി പറയുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ. അതെല്ലാം നിങ്ങൾക്ക് നല്ല പാർട്ട്ണറെ കിട്ടുകയാണെങ്കിൽ നോ പ്രോബ്ലം. പാർട്ട്നേഴ്സിനെ നമ്മൾ കുറ്റപ്പെടുത്തല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മളുടെ തീരുമാനങ്ങളുമായിട്ട് ചിലപ്പോൾ യോജിച്ചു പോവില്ല. നിങ്ങളുടെ വിഷം വേറെ ആയിരിക്കും, അവരുടെ വിഷം വേറെ ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടി അധികം ഹാർഡ് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആളായിരിക്കും, പക്ഷേ മറ്റേ ആൾ ചിലപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ, അത് ഓരോരുത്തരുടെ ഒരു മൈൻഡാണ്. നമ്മളാരെയും
കുറ്റപ്പെടുത്തല്ല. പക്ഷേ നിങ്ങൾക്കത് പറ്റുമോ എന്നുള്ളത് തുടക്കത്തിൽ ചിന്തിച്ചിട്ട് മാത്രം പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിലേക്ക് ഏർപ്പെടാം. അല്ലെങ്കിൽ അധിക സമയവും കണ്ടേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ഒരു നല്ല രീതിയിൽ പോകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഓൺ ഫാമിലി അതുപോലെ ഓൺ ഫ്രണ്ട്സിനെ തന്നെ നിങ്ങൾ പാർട്ണറായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അധികം ചിന്തിക്കുക. കാരണം ആ ബന്ധങ്ങളൊന്നും തകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സും പൊളിയും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ വരും. അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിട്ട് മാത്രം ഇറങ്ങുക. അധിക സമയവും നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ചെയ്യുന്നവർക്ക് അധിക സമയം ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നവർ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു പാർട്ട്ണറെ തന്നെ ബിസിനസ്സിലേക്ക് എടുക്കണമെന്നില്ല. നിങ്ങൾക്കൊരു എംപ്ലോയിനെ ഹയർ ചെയ്താൽ മതി. അതറിയാവുന്ന ഒരാളെ ഹയർ ചെയ്ത് ഒരു സാലറിക്ക് വെച്ചാലും മതി. അപ്പോൾ ഇത് രണ്ട് ഓപ്ഷനും ഉണ്ട്. പാർട്ട്ണറെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, എംപ്ലോയിനെ വെച്ചാലും മതി. അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർ കുറച്ച് സൂക്ഷിച്ചിട്ട് ഇറങ്ങുക. നിങ്ങൾക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അതിൽ തുടർന്ന് പോകാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തുടക്ക സമയത്ത് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഒരേ സമയം ഒന്നിലധികം ബിസിനസ്സുകൾ തുടങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. നിങ്ങൾക്ക് ഒരേ സമയം ഒന്നിലധികം മാനേജ് ചെയ്യാൻ പറ്റില്ല. 99% ആളുകൾക്കും പറ്റില്ല. റയർ എക്സെപ്ഷൻസ് ഉണ്ട്. ചില ആളുകൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ആ ബിസിനസ്, ഫുഡിൻ്റെ ബിസിനസ്സും ഗാർമെൻറ്റിൻ്റെ ബിസിനസ്സും രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. അങ്ങനെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതി. ഒരു സ്ഥലത്ത് സർവീസ് ബിസിനസ്, മറു സ്ഥലത്ത് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്, നാട്ടിലൊരു ബിസിനസ്, ഗൾഫിൽ വേറൊരു ബിസിനസ്. അപ്പോൾ അങ്ങനെ ഒരേ സമയം രണ്ട് ബിസിനസ്. ഒരാൾക്ക് ഒരു സമയം ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നു, വേറൊരു സ്ഥലത്ത് പോയി ഗാർമെൻറ്റിൻ്റെ ഷോപ്പ് റൺ ചെയ്യുന്നു, ഓൺലൈനിൽ ഒരേ സമയം രണ്ടെണ്ണം ചെയ്യാനായിട്ട് നോക്കുന്നു. അങ്ങനെ പല രീതിയിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ ഉറക്കമൊന്നും ശരിയാവില്ല. രണ്ട് സ്ഥലത്ത് നമ്മൾ മാറി മാറി നിൽക്കേണ്ടതായിട്ട് വരും. കോളും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടിൽ നിന്നും വേണ്ടത്ര ഇൻകം കിട്ടാത്തൊരവസ്ഥ വരും. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു ബിസിനസ്, അത് ഒറ്റൊരു ബിസിനസ് റൺ ചെയ്തിട്ട് അതിൻ്റെ സെയിൽ കൂട്ടാനാണ് നിങ്ങൾ നോക്കേണ്ടത്. തുടക്ക സമയത്ത് ഒരേ സമയം രണ്ട് ബിസിനസ് തുടങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടിൽ നിന്നുള്ള വരുമാനം എനിക്ക് കിട്ടും. അവിടെ നിന്നുള്ള വരുമാനവും ഇവിടെ നിന്നുള്ള വരുമാനവും കൂടി ചേർത്ത് വെക്കാൻ നേരത്ത് വലിയ വരുമാനം. ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് പലരും ചെയ്യണത്. പക്ഷെ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്നും വലിയ കാര്യമായിട്ട് കിട്ടൂല, ഇവിടെ നിന്നും വലിയ കാര്യമായിട്ട് കിട്ടൂല, ഇതിലും ഭേദം ഒരെണ്ണം തുടങ്ങണമായിരുന്നു എന്നുള്ള ചിന്ത ഒരു ലേറ്റർ സ്റ്റേജിൽ നിങ്ങൾക്ക് വരും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ചിലപ്പോൾ പിന്തിരിയാൻ നോക്കാൻ നേരത്ത് നമ്മൾ രണ്ടിലേക്കും കുറച്ചധികം കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ വലിഞ്ഞു പോരാനായിട്ട് സാധിക്കില്ല. ഒരേ സമയം രണ്ട് വീട് വെക്കണ പോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. രണ്ട് തറ കെട്ടുന്നു, രണ്ട് വാതിൽ വെക്കുന്നു, മതിൽ പണിയുന്നു. അപ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് ഫണ്ട് തീർന്നു. ഇപ്പോൾ രണ്ട് വീട്ടിലേട്ടും കയറാൻ പറ്റാത്ത ഒരവസ്ഥയായി. രണ്ടും പാതി വഴിയിൽ ഉപേക്ഷിച്ചേക്കാണ്. ഇനി ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം ഇനി ഫോക്കസ് ചെയ്യാൻ നോക്കിയാലോ, ആ രണ്ടാമത്തെ വീടിൻ്റെ തറ ഇതൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇത് ചെയ്യാതിരിക്കുക. ഞാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ്. രണ്ടും തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടിൽ നിന്നും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് പലരും ചെയ്യണം. പക്ഷേ അധിക സമയം സ്ട്രഗിൾ ആയിരിക്കും. ഇനി നിങ്ങൾ ചിലപ്പോൾ വാദിക്കുമായിരിക്കാം, ഒന്നിലധികം ഒരുപാട് ബിസിനസ്സുകളൊക്കെ റൺ ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാം, പേഴ്സണലി അറിയാം, അങ്ങനെ. പക്ഷെ അവരെയൊക്കെ എടുത്തു നോക്കിയാൽ പോലും അതിലൊരു 99% അവരുടെ മേജറായിട്ടുള്ള ഇൻകം വരുന്നത്, വലിയ ബിഗ് മണി വരുന്നത്, ക്യാഷ് കൗ എന്ന് നമ്മൾ പറയൂല, ഇംഗ്ലീഷുകാർ പറയാറുണ്ടല്ലോ, പ്രധാനമായിട്ടുള്ള കറവയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സായിരിക്കും. കൃത്യമായിട്ട് അവർക്ക് ആ ക്യാഷ് കൗ എന്ന് പറയാൻ പറ്റുന്ന ബിസിനസ് അത് ഒരെണ്ണം ആയിരിക്കുന്നുള്ളൂ. മറ്റുള്ളതൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ ചില്ലറ ഇൻകം തരുന്നുണ്ടായിരിക്കും. പറയുമ്പോൾ 4 ബിസിനസ് അവർ റൺ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മേജറായിട്ടുള്ള ഒരു 80% അവരുടെ ഇൻകം വരുന്നത് ഒറ്റ ബിസിനസ്സിൽ നിന്നായിരിക്കും അധിക സമയം. എന്നാൽ പിന്നെ ആ 20% അത് നമുക്ക് അങ്ങ് ഒഴിവാക്കിക്കൂടെ? ഒരേ സമയം എന്നിട്ട് ഈ 80 തരുന്നതിലേക്ക് ഫുൾ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കതിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഒരേ സമയം രണ്ടെണ്ണം തുടങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് തുടക്ക സമയത്ത് നിങ്ങളുടെ അടുത്ത് റിസോഴ്സ് കുറവാണ്. എന്തൊക്കെയാണ് റിസോഴ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ് കുറവാണ്, സമയം കുറവാണ്, അറിവ് കുറവാണ്. നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന് എഫേർട്ട് ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒരെണ്ണം മാത്രം നിങ്ങൾ പിക്ക് ചെയ്യുക, അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ വരുത്താൻ പാടില്ലാത്തൊരു മിസ്റ്റേക്കാണ്, നിങ്ങൾ പഠനം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു ഗ്രോത്ത് കിട്ടും. അതായത് നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു സെയിലും കാര്യങ്ങളും നാച്ചുറലായിട്ടുള്ള ഒരു വരുമാനമൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ആ ഒരു പരിധിയുണ്ട്. ഒരു സീലിങ്ങിൽ ഇടിച്ച് നമ്മൾ നിൽക്കും. കുറച്ച് കഴിയാൻ നേരത്ത് ഒരു സീലയിൽ ഇടിച്ച് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും.
ഉത്തരത്തിൽ തട്ടി നിൽക്കുക. അത് പൊട്ടിച്ച് പുറത്ത് കടന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ഇൻകം നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള നമ്മളുടെ കഴിവും അറിവും വെച്ച് പോകാവുന്ന ദൂരത്തിനൊരു പരിധിയുണ്ട്. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുമായിരുന്നെങ്കിൽ ഓൾറെഡി എത്തിയേനെ, അത് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തൊക്കെയോ നിലവിൽ ഇപ്പോൾ കുറവുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ സീലയിൽ ഉത്തരത്തിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ നിൽക്കും. അത് വിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പുറത്തു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഞാൻ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം ഒരു ആഗോള വിശ്വഗുരുവായിട്ട് മാറാനല്ല. നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ സൂര്യന് താഴെയുള്ള എന്തിനെപ്പറ്റി ചോദിച്ചാലും മറുപടി പറയാൻ പറ്റുന്ന ഒരാളായിട്ട് മാറാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം, എങ്ങനെ കൂടുതൽ സെയിൽ വർദ്ധിപ്പിക്കാം, ഇനി ഓൺലൈനിൽ തുടങ്ങണോ, ഇനി ഓൾറെഡി ഓൺലൈനിലുള്ള ആളാണെങ്കിൽ പുറത്ത് സ്റ്റാർട്ട് ചെയ്യണോ, വേറൊരു സ്ഥലത്തേക്ക് പോകണോ, അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കണം, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിലവിലുണ്ടെങ്കിൽ ഏതെങ്കിലും എണ്ണം കുറയ്ക്കണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പ്രൈസ് കൂട്ടിയിട്ട് ലാഭം കൂട്ടണോ അതോ കോസ്റ്റ് കുറച്ചിട്ട് ലാഭം കൂട്ടണോ, ഇങ്ങനെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവിലുള്ള അറിവും കഴിവൊക്കെ വെച്ചിട്ടാണ് നിങ്ങളൊരു പോയിന്റ് വരെ എത്തിയേക്കുന്നത്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അത് ചില ആളുകൾ വർഷങ്ങളോളം അങ്ങനെ പോകും. പക്ഷേ ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചിലപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയും, ഒരു ഷോപ്പായിട്ട് തുടങ്ങുന്ന ആളായിരിക്കും. കുറച്ച് 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ അടുത്തത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്പ്രെഡായിട്ട് പോണതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ചില ആളുകൾ വർഷങ്ങളായിട്ട് ഒറ്റ ഒന്നിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അത് ഓരോരുത്തരുടെ ഗോൾ അനുസരിച്ചാണ്. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് യാതൊരു കുറവും നിങ്ങൾക്ക് സംഭവിക്കാൻ പോണില്ല, വളർച്ച മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.